1992 സെപ്റ്റംബറിൽ അമേരിക്കയിലെ സുഷാന നദിക്കരയിലേക്ക് വേട്ടയ്ക്കായി വന്ന 2 പേർക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ ഒരു ബസ് കാണാൻ സാധിച്ചു. അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി ആ ബസ്സിനടുത്തേക്ക് പോയതും അസഹനീയമായ ദുർഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. എന്താണെന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ആഴ്ചകൾ പഴക്കമുള്ള ഒരു മൃതദേഹമായിരുന്നു കാണാൻ സാധിച്ചത്. 30 ഭാഷകളിൽ 173 എഡിഷനുകളിൽ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായ ഇൻ ടു ദ വൈൽഡ് എന്ന പുസ്തകത്തെ ആധാരമാക്കി 2007 പുറത്തിറങ്ങിയ റിയൽ അഡ്വഞ്ചർ സിനിമയാണ് ഇൻ ടു ദ വൈൽഡ്. എന്നാൽ ആരാണ് ആ മരിച്ചയാൾ, എങ്ങനെയാണ് അയാൾ ആ ബസ്സിലെത്തിയത്, എങ്ങനെയാണ് അയാൾ മരിച്ചത് എന്നൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ അലസ്കയിലെ ഒരു മഞ്ഞുള്ള പ്രദേശത്തേക്ക് ഒരു കാറ് വന്നു നിന്നു. ആ കാറിൽ നിന്ന് ക്രിസ് MC കാറ്റ്ലസ് എന്നൊരു പയ്യൻ അവിടേക്ക് ഇറങ്ങി വന്ന് കാറിന്റെ ഡ്രൈവറിനോട് നന്ദി പറഞ്ഞു. അതിനാ ഡ്രൈവറും നീ ഈ മഞ്ഞിലൂടെ ഇങ്ങനെയാണോ പോകാൻ പോകുന്നത്, ഈ ബൂട്ട്സ് യൂസ് ചെയ്തോ എന്നും പറഞ്ഞ് അയാളുടെ ബൂട്ട്സ് അവൻ എടുത്തു കൊടുത്തു. എന്നിട്ട് നീ പോകുന്ന സ്ഥലത്ത് ശരിയായി എത്തിച്ചേർന്നില്ലെങ്കിലോ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, നമ്പർ ആ ബൂട്ട്സിന്റെ അകത്തുണ്ടെന്നും പറഞ്ഞു. ക്രിസും അതിന് ഓക്കെ പറഞ്ഞ് അവന്റെ ലഗേജുകളും എടുത്ത് നടത്തം തുടർന്നു. ഈ ക്രിസ് അവന് പോകേണ്ട സ്ഥലം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ല. എത്ര ദൂരം അവന് നടക്കാൻ കഴിയുമോ അത്രയും ദൂരം നടക്കും. അവൻ്റെ കയ്യിൽ വാച്ചോ ഫോണോ ഒരു മാപ്പ് പോലും ഇല്ല. എന്നാൽ അവൻ്റെ അടുത്ത് ഒരു വലിയ ബാഗുണ്ട്. അതിൽ അവന് വേണ്ട സാധനങ്ങളും ഒരുപാട് മലകളും പുഴകളും താണ്ടിയാണ് അവൻ പോകുന്നത്. ക്രിസിന് വിശന്നാൽ അവൻ്റെ കയ്യിൽ ഒരു സ്നൈപ്പർ ഗണ്ണുണ്ട്. അത് വെച്ച് ഏതെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസം ചുട്ടുതിന്നും. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നടന്നും കിട്ടുന്ന സ്ഥലത്ത് താമസിച്ചുമാണ് ക്രിസ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം താമസിക്കാൻ പറ്റിയൊരു സ്ഥലം അവന് കിട്ടിയിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു ബസ് കണ്ടത്. ആ ബസ് തുരുമ്പ് പിടിച്ച് മോശമായ നിലയിലായിരുന്നു. അതിനകത്ത് പോയി നോക്കിയപ്പോൾ മുൻപ് മനുഷ്യർ താമസിച്ചിരുന്നത് പോലെ കുറച്ച് സാധനങ്ങൾ കണ്ടു. എന്നാൽ അപ്പോഴവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ പുറത്തു പോയതായിരിക്കുമെന്ന് കരുതി അവൻ ആ ബസ്സിന് മുകളിൽ കയറി നിന്ന് ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. എന്നാൽ ഒരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ല. സോ അവിടെ അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി ആ ബസ്സിൽ താമസിക്കാമെന്ന് കരുതി ബസ് റെഡിയാക്കാൻ തുടങ്ങി. ആ ബസ്സിനകത്ത് ഒരു ബെഡ് ഉണ്ടായിരുന്നു. അതിൽ വല്ലാത്ത പൊടി പിടിച്ചിരുന്നത് കൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് നന്നായി തട്ടി പൊടി കളഞ്ഞ് വീണ്ടും ബസ്സിനകത്തേക്കിട്ട് അവൻ കിടന്നു നോക്കി. അതിനുശേഷം അവിടെയുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുവന്ന് തീയിട്ട് അതിലവൻ കുളിര് കാഞ്ഞു. ആക്ച്വലി ആ സ്ഥലത്ത് ഒരു ബസ് എത്തിപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എങ്കിലും അങ്ങനൊരു ബസ് ഇവിടെ അനാഥമായി കിടക്കുന്നത് ദൈവം നേരിട്ട് തനിക്കൊരു കാര്യം ചെയ്തതായിരിക്കുമെന്ന് ക്രിസ് കരുതി. അതുകൊണ്ട് തന്നെ അവൻ ആ ബസ്സിനെ മാജിക് ബസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അവിടെ അവന് വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. സോ അവൻ ബസ് ഡ്രൈവറെ പോലെയും ആളുകളോട് സംസാരിക്കുന്നത് പോലെയും അവനോട് തന്നെ സംസാരിച്ച് സന്തോഷം കണ്ടെത്തി. വെറുതെയെങ്കിലും അവൻ ചെന്നായ്ക്കളെ പോലെ ഒച്ചയുണ്ടാക്കി. അവൻ ഇന്നും ഡയറി എഴുതുമായിരുന്നു. അവന്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും അവൻ ഡയറിയിലേക്ക് പകർത്തിയിരുന്നു. ബസ്സിന് മുകളിൽ അവന് തോന്നുന്ന കഥകളും കവിതകളുമെല്ലാം കുത്തിക്കുറിച്ചോണ്ടിരുന്നു. അതുപോലെ അതിലെ ഒരു മാൻകൂട്ടം ഓടുന്നത് കണ്ടതും അവന്റെ കണ്ണു നിറഞ്ഞു. എങ്ങനെയാണോ ആ മാൻകുട്ടി സ്വതന്ത്രമായി ഓടുന്നത് അതുപോലെ അവനും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവൻ സന്തോഷിച്ചു. ഇനിയാണ് ആരാണ് ക്രിസ്, എന്തുകൊണ്ടാണ് അവൻ ഈ ലൈഫിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഫ്ലാഷ് ബാക്ക്. ക്രിസ് ആ മാജിക് ബസ്സിലേക്ക് വരുന്നതിന് 2 വർഷം മുൻപ് അറ്റ്ലാന്റയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ഡേ നടന്നിരുന്നു. അതിൽ ഈ ക്രിസും ഡിഗ്രി വാങ്ങിയിരുന്നു. അത് കണ്ട് അവന്റെ അച്ഛനും അമ്മയും വല്ലാതെ സന്തോഷപ്പെട്ടു. ചെറുപ്പം മുതൽ ക്രിസിന് ഇങ്ങനൊരു ലൈഫിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ക്രിസിന്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. എങ്കിലും എപ്പോഴും വഴക്കായിരുന്നു. അവര് മാത്രമല്ല, അവിടെയുള്ളവരെല്ലാം ജനിക്കുന്നു, പഠിക്കുന്നു, ഗ്രാജുവേറ്റ് ആവുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, മരിച്ചു പോകുന്നു. അങ്ങനെ ഒരു ലൈഫാണ് ജീവിച്ചു വരുന്നത്, ഒരു ടൈം ടേബിൾ പോലെ. അതുകൊണ്ട് ക്രിസിന് ഈ ജീവിതം തീരെ ഇഷ്ടമായിരുന്നില്ല. യഥാർത്ഥ ജീവിതം ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ക്രിസിന്റെ അച്ഛനും അമ്മയും ക്രിസ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ക്രിസിന്റെ അടുത്ത് വളരെ പഴക്കം ചെന്നൊരു കാറായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസിന്റെ പാരൻസും ആ പാട്ടക്കാറ് ഇനി നിനക്ക് വേണ്ട, നിനക്ക് വേണ്ടി പുതിയൊരു കാർഡിലാക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതും ക്രിസ് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ആ കാറ് വാങ്ങിയത്, ഇപ്പോഴുള്ള കാറ് നന്നായിട്ടാണല്ലോ ഓടുന്നത്,
പിന്നെന്തിന് അതിനെ പാട്ടക്കാരെന്ന് വിളിക്കണമെന്നും, എപ്പോഴും പഴയത് തന്നെയാണ് ബെസ്റ്റ്, പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തണം, അതുപോലെ ഞാൻ വാങ്ങിയ ഗ്രേഡിന് എനിക്ക് വലിയൊരു കോളേജിൽ തന്നെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, സോ ഞാൻ അവിടെ പഠിക്കാൻ പോവും, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കത്തെഴുതാം എന്നൊക്കെ പാരൻസിനോട് പറഞ്ഞു. അതിനുശേഷം ക്രിസ് അവന്റെ കയ്യിലുള്ള എല്ലാ ID പ്രൂഫ്സും കീറിക്കളഞ്ഞു. എന്റെ പേര് ക്രിസ്, അതിന് വേറൊരു പ്രൂഫിന്റെയും ആവശ്യമില്ല. എവിടെയെങ്കിലും പോയി പുതിയൊരു ഐഡന്റിറ്റിയിൽ സ്വതന്ത്രമായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. ബാങ്ക് അക്കൗണ്ടിൽ $24,000 കുറച്ച് ചില്ലറയും ഉണ്ടായിരുന്നു. ആ ചില്ലറ അവൻ എടുത്തിട്ട് ബാക്കിയുള്ള $24,000 അവൻ ഒരു ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്തു. കാര്യം ഇവന് ഇത്രയും കഷ്ടപ്പെടണമെന്ന ആവശ്യമില്ല. എന്നാൽ ക്രിസ് കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ജോലി ചെയ്ത് ഒരുപാട് മനുഷ്യരെ കണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കരുതുന്നു. അതുകൊണ്ട് ക്രിസ് അവന്റെ കാർ എടുത്തിട്ട് കാറിൽ അവൻ എത്ര ദൂരം പോകാൻ കഴിയും അത്രയും ദൂരം കാർ ഓടിച്ചു പോവും. ക്രിസിന് അവൻ പുതുതായി ജനിച്ചതുപോലെ ഒരു ഫീല് തോന്നി. അങ്ങനെ ക്രിസ് സിറ്റി ലൈഫിൽ നിന്നും കുറച്ച് മാറി റിമോട്ട് ഏരിയയിലേക്ക് കാർ ഓടിച്ചു വന്നു. രാത്രിയായതും കാർ സൈഡാക്കി അതിൽ തന്നെ കിടന്നുറങ്ങി. അപ്പൊ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. കാറാണെങ്കിൽ ചെളിയിൽ പെട്ടുപോവുകയും ചെയ്തു. ഇത് കണ്ട ക്രിസും താൻ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണല്ലോ, പിന്നെ എന്തിനാണ് ഈ കാർ? എന്നാൽ ഈ കാർ ഇവന്റെയാണെന്ന് ആരും കണ്ടുപിടിക്കരുത് എന്ന് കരുതി കാറിന്റെ നമ്പർ പ്ലേറ്റ് എടുത്തു മാറ്റി അക്കൗണ്ടിലുള്ള കുറച്ച് പണവും കയ്യിലുണ്ടായിരുന്നല്ലോ അതെടുത്ത് കത്തിച്ചു കളഞ്ഞിട്ട് അവിടുന്ന് പോയി. സൂര്യന്റെ ചൂട് പോലും വകവെക്കാതെ അവൻ മുന്നോട്ട് തന്നെ നടന്നു. പോകുന്ന വഴിയിൽ ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് കണ്ടാൽ അവിടെ നിന്ന് അവൻ കുളിക്കുകയും പല്ല് തേക്കുകയും ഒക്കെ ചെയ്തു. ഇനി ക്രിസ് എന്നുള്ള അവന്റെ പേര് മാറ്റണം. ആരെങ്കിലും പേര് ചോദിച്ചാൽ ക്രിസ് എന്ന് പറയരുത്. സോ ക്രിസ് അവന് അലക്സാണ്ടർ ദ സൂപ്പർ ട്രം എന്ന് പേരിട്ടു. നമുക്കിനി ക്രിസിനെ അലക്സ് എന്ന് തന്നെ പറയാം. അങ്ങനെ അലക്സ് അവന്റെ യാത്ര വീണ്ടും തുടർന്നു. ഒരുപാട് നേരം അവൻ നടന്നു. ഇനി ഇങ്ങനെ നടക്കാൻ കഴിയില്ല എന്നോർത്ത് അവൻ ലിഫ്റ്റ് അടിച്ചു പോകാമെന്ന് കരുതി ലിഫ്റ്റ് ചോദിച്ചു പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് എവിടെ വരെയാണോ ലിഫ്റ്റ് കിട്ടുന്നത് അതുവരെ ഓരോ വണ്ടിയിൽ മാറി മാറി കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ അലക്സ് ഒരു നാടോടിയെ പോലെ ചുറ്റിക്കറങ്ങുന്ന കാര്യം ഇവന്റെ പാരന്റ്സിന് അറിയില്ല. അവൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് വീട്ടിലേക്ക് ലെറ്റർ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു പോകുന്നത്. പാരന്റ്സും അവരുടെ മകൻ നന്നായി ജീവിക്കുകയാണെന്ന് സന്തോഷിച്ചു. എന്നാൽ പെട്ടെന്ന് ലെറ്റർ വരുന്നത് നിന്നു. അലക്സിനെ കുറിച്ച് അവർക്ക് മറ്റൊരു വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് മകനെ അന്വേഷിച്ച് ഒരു അഡ്രസ്സിൽ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അവർക്കറിയാൻ കഴിഞ്ഞത്. ക്രിസ് പാരന്റ്സിനോട് പറയാതെ എവിടേക്കോ പോയതാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അലക്സിന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൻ നാടോടികളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ലിഫ്റ്റ് അടിച്ചും നടന്നും അലക്സ് ഒരുപാട് ദൂരം ചെന്നു. അപ്പോഴാണ് അവൻ റെയ്നി ആൻഡ് ജാൻ രണ്ടുപേരെ പരിചയപ്പെട്ടത്. ഇവരും അവനെ പോലെ തന്നെയാണ്, നാടോടികളെ പോലെ കറങ്ങി നടക്കുന്നവർ. രാത്രിയായതും അവർ ഒരു സ്ഥലത്ത് തീ കത്തിച്ച് തീ കാഞ്ഞു. അപ്പോൾ ഇവര് 3 പേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അലക്സും യഥാർത്ഥ ലൈഫ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം, അതിനു വേണ്ടിയാണ് ഈ യാത്ര ആരംഭിച്ചത്. ഈ യാത്രയുടെ അവസാനം എന്താണ് റിയൽ ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട്. അലക്സ് പറയുന്നതെല്ലാം കേട്ട് റെയ്നിയും ജാനും അവനെ അത്ഭുതത്തോടെ നോക്കി. അങ്ങനെ പിറ്റേ ദിവസം അലക്സ് ഇവരോടൊപ്പം താമസം തുടങ്ങി. ഇവർക്കൊരു സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഒരു ദിവസം അലക്സ് അവരോടൊപ്പം താമസിച്ച ശേഷം അവരോട് ഒരു വാക്കുപോലും പറയാതെ അവൻ അവിടുന്ന് പോയി. ജാനും റെയ്നിയും പുറത്തു വന്ന് അലക്സിനെ തിരയുമ്പോൾ താങ്ക് യു ജാൻ ആൻഡ് റെയ്നി എന്ന് അലക്സ് മണ്ണിൽ എഴുതിയതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. അലക്സ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോ അലക്സ് ഇല്ല. ഇത് തന്നെയാണ് ഇവന്റെ സ്റ്റൈല്. അലക്സ് ഒരു നാടോടി ആയതുകൊണ്ട് എവിടെയും അധിക നാൾ നിൽക്കില്ല. വേറെ വേറെ സ്ഥലങ്ങൾ നോക്കി അവൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നു. എവിടെ നിന്നെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ അത് പോകുന്ന വഴിക്ക് കഴിക്കും. വീണ്ടും നടക്കും. ലിഫ്റ്റ് ചോദിക്കും. ചിലർ നിർത്തും. അതിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക്. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഒരു ലാൻഡ് കണ്ടത്. അവിടെ അവൻ വൈൻ എന്നൊരാളെ മീറ്റ് ചെയ്തു. എന്നിട്ട് ആ വൈനിന്റെ കീഴിൽ ജോലി ചെയ്യാനും തുടങ്ങി. വൈനിന് അലക്സിനെ വല്ലാതെ ഇഷ്ടമായി. അലക്സും ജോലികളെല്ലാം നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അലക്സ് വൈനിന്റെ കൂടെ ബാറിലിരിക്കുന്ന സമയത്ത് വൈൻ അലക്സിനോട് അവന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അതിന് അലക്സും ഈ ജീവിതം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കണം, എന്നിട്ട് ആ ജീവിതം ജീവിക്കണം, ശേഷം അലാസ്കയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. വൈനും അതിവിടുന്ന് വല്ല ബസ്
ബസ്സോ കാറോ ബുക്ക് ചെയ്താൽ പോകാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ വലിയൊരു ആഗ്രഹമാണോ എന്ന് ചോദിച്ചു. അലക്സും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അലാസ്കയിലേക്ക് പോകണം. ബസ്സോ കാറോ ഇല്ലാതെ, കയ്യിൽ മാപ്പോ മൊബൈലോ വാച്ച് പോലും ഇല്ലാതെ നടന്ന് മലകളും നദികളും കടന്ന് ഓരോ ഗ്രാമങ്ങളിൽ പോയി അവിടെ ജോലി ചെയ്ത് അവിടെയുള്ള ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്ത് ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്പാദിക്കണം. ആ അനുഭവങ്ങൾ പേറി എനിക്ക് അലാസ്കയ്ക്ക് പോകണം. അങ്ങനെ അലാസ്കയ്ക്ക് പോയാലേ എനിക്ക് ജീവിതത്തോട് ഒരു തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ അവൻ വൈനിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് തുടർന്നു. അവിടെയുള്ള വേറൊരാള് അലക്സിന് എങ്ങനെയാണ് വേട്ടയാടേണ്ടത്, വേട്ടയാടിയത് എങ്ങനെയാണ് ഭദ്രമായി വെക്കേണ്ടത്, അതെപ്പോഴാണ് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈന് ഇല്ലീഗലായിട്ട് കുറച്ച് സാധനങ്ങൾ കടത്തിയെന്ന് പറഞ്ഞ് പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് അലക്സും വേറൊരുത്തനും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വൈനും അലക്സിനോട് എന്നെ അറസ്റ്റ് ചെയ്തതോർത്ത് നീ വിഷമിക്കേണ്ട, കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ തിരിച്ചു വരും. നിനക്ക് അലാസ്കയിലേക്കല്ലേ പോവേണ്ടത്, ഇവിടെ നിന്ന് തെക്കോട്ട് പോയാൽ അലാസ്ക എത്തും. നീ അലാസ്കയ്ക്ക് പോയി എപ്പോ തിരിച്ചു വന്നാലും നിനക്ക് ഇവിടെ ജോലി ഉറപ്പാണ്. നീ സൂക്ഷിച്ചു പോയി വരണം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് എടുത്തോ എന്ന് വൈന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നെക്സ്റ്റ് ഡേ അലക്സും അവൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവിടുന്ന് യാത്ര തുടർന്നു. ഒറ്റയ്ക്ക് അവൻ വെയിലത്ത് മുന്നോട്ട് തന്നെ നടന്നു. നൈറ്റും അവൻ എൻജോയ് ചെയ്ത് തന്നെ യാത്ര തുടർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കടയിൽ ചെറിയൊരു ബോട്ട് കണ്ടത്. അതിലൊരാൾക്ക് പോകാനേ കഴിയുള്ളൂ. സോ എന്തുകൊണ്ട് ഈ ബോട്ട് വാങ്ങിയിട്ട് പുഴയിലൂടെ അഡ്വഞ്ചർ നടത്തിക്കൂടാ എന്ന് അവൻ ആലോചിച്ചു. പക്ഷേ ഈ ബോട്ട് വാങ്ങിയാൽ തന്നെ അത് ഓടിക്കണമെങ്കിൽ പെർമിറ്റ് വേണം. സോ പെർമിറ്റ് എടുക്കാനായി പോയതും ഇവന് എക്സ്പീരിയൻസ് ഇല്ല. അവിടെ എഴുതി കൊടുത്തിട്ട് പോയാ 12 വർഷം കൊണ്ട് നിനക്ക് പെർമിറ്റ് കിട്ടും എന്ന് പറഞ്ഞതും അലക്സ് നിരാശയോടെ അവിടുന്ന് പോയി. എന്നിട്ട് ഒരു ബോട്ട് വാങ്ങി ഇല്ലീഗലായിട്ട് റിവറിലൂടെ ട്രാവൽ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നതും അവൻ എന്തോ നേടിയതുപോലെയുള്ള സന്തോഷത്തിൽ കൈ മുകളിലേക്ക് ഉയർത്തി ആഹ്ലാദിച്ചു. പുഴയിലൂടെ പോകുന്ന സമയത്ത് റിവർ പെട്രോളിംഗ് നടത്തി കുറച്ച് പോലീസുകാർ വരുന്നുണ്ടായിരുന്നു. പെർമിറ്റ് ഇല്ലാതെ റിവർ റൈഡിംഗ് നടത്തുന്നത് കണ്ട അലക്സിനെ പിടിച്ച് ജയിലിലിടും. സോ അവൻ പതിയെ ആ ബോട്ട് കരക്കടുപ്പിച്ച് ഒരു കുന്നിന് മുകളിലേക്ക് കയറി നിന്നു. പോലീസും ഇവനെ കണ്ടില്ല. അവര് പോവുകയും ചെയ്തു. അങ്ങനെ റോഡിൽ വന്ന് ലിഫ്റ്റ് ചോദിച്ച് ആ കാറിൽ ഇവന്റെ ബോട്ടും എടുത്ത് അലക്സ് അവിടുന്ന് പോയി. അലക്സിന് പെട്ടെന്ന് അവന്റെ വീട്ടുകാരെ ഓർമ്മ വന്നു. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇവൻ സന്തോഷമായിട്ടാണ് ഉള്ളത് എന്നെങ്കിലും പറയാമെന്ന് കരുതി കോൾ ചെയ്യാൻ നോക്കി. അവന്റെ കയ്യിലാണെങ്കിൽ ഒരേ ഒരു കോയിൻ മാത്രമേ ഉള്ളൂ. അത് വെച്ച് 1 മിനിറ്റ് മാത്രമേ കഷ്ടിച്ച് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് തൊട്ടടുത്ത് വേറൊരു അപ്പൂപ്പൻ കോൾ ചെയ്ത് എല്ലാ തെറ്റും എന്റേതാണ്, എന്നോട് ക്ഷമിക്കുക, എന്റെ കയ്യിൽ ഇനി പണമില്ല, കോൾ ഇപ്പൊ കട്ടാവും എന്നൊക്കെ പറയുന്നത് അലക്സ് കേട്ടു. അലക്സും അവന്റെ കയ്യിലെ അവശേഷിക്കുന്ന ആ കോയിൻ ആ അപ്പൂപ്പന് നേരെ നീട്ടി. ആ അപ്പൂപ്പനും അയാളുടെ ഫാമിലിയോട് കുറച്ചു നേരം കൂടി സംസാരിച്ചു. അങ്ങനെ വീണ്ടും അലക്സ് ബോട്ട് എടുത്ത് പുഴയിലൂടെ യാത്ര തുടർന്നു. ഒരുപാട് സ്ഥലങ്ങൾ അവൻ കടന്നുപോയി. കാണുന്ന ഗുഹകളിൽ താമസിച്ചു, പുഴയിൽ കുളിച്ചു. അങ്ങനെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ജീവിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് അലക്സിന് ബോർഡർ ക്രോസ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നത്. എന്നാൽ ബോർഡറിൽ അവനെ പിടിച്ചു. അലക്സിന്റെ കയ്യിലാണെങ്കിൽ ഒരു ഐഡന്റിറ്റി പ്രൂഫും ഇല്ലാത്തത് കൊണ്ട് അവനെ അലോ ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് അലക്സ് ആരും കാണാതെ ബോർഡർ കടന്നു പോകുന്ന ഒരു ട്രെയിനിൽ കയറി ബോർഡർ കടന്നു. അവിടെയുള്ള സിറ്റിയിലേക്ക് വന്നു. എന്നിട്ട് വീടില്ലാത്തവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് താമസിച്ചു. സിറ്റി ലൈഫ് വേണ്ടാന്ന് വെച്ചല്ലേ അലക്സ് ഈ നാടോടിയായി ജീവിക്കാൻ ആരംഭിച്ചത്. വീണ്ടും സിറ്റി ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച് ആ ഇല്ലീഗൽ ആയിട്ടുള്ള ട്രെയിനിൽ എവിടെയെങ്കിലും പോകാമെന്ന് അവൻ കരുതി. ആ ട്രെയിനിലേക്ക് തന്നെ കയറിയതും അത് അവിടെയുള്ളവർ കണ്ട് അലക്സിനെ വല്ലാതെ അടിച്ചു. ദേഹം മൊത്തം അടി കിട്ടിയ പാടുകൾ കൊണ്ട് അവൻ റോഡിലിരുന്നു. അതിലൂടെ വരുന്ന വണ്ടികൾക്ക് ലിഫ്റ്റ് ചോദിച്ചു. എന്നാൽ ആരും തന്നെ ലിഫ്റ്റ് കൊടുക്കാത്തത് കൊണ്ട് അവൻ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവന് പണം വേണം. അതിനായി ചില റെസ്റ്റോറന്റുകളിൽ ജോലി ചെയ്തു. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ അലക്സ് ജോലി ഒഴിവാക്കി വരും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് അവനെ പുറത്താക്കും. അലക്സിന് ബുക്സ് വായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവൻ ഒരുപാട് ദൂരം മുന്നോട്ട് നടന്നു. വരുന്ന വണ്ടികൾക്കും ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. ആരും നിർത്തുന്നില്ല. വീണ്ടും നടക്കും. അങ്ങനെ അവൻ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരുപാട് വീടില്ലാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു. അവിടെ അലക്സ് യാദർച്ഛികമായി റെയ്നിയെയും ജാനെയും കണ്ടുമുട്ടി. 3 പേരും സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചു. കുറച്ചുനാൾ അവിടെ താമസിക്കാന്ന് ഇവർ തീരുമാനിച്ചു. അവിടെ വെച്ച് ട്രേസി എന്നൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു. അവളോട് അലക്സ് ഒരുപാട് സംസാരിച്ചു. അവൾ തിരിച്ചും. 2 പേരും അവരവരെ മനസ്സിലാക്കി. ട്രേസിക്ക് അലക്സിനെ ഇഷ്ടമായി തുടങ്ങി. അതുകൊണ്ട് അവൾ അലക്സിനോട് നമുക്കൊരു കുടുംബമായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചതിന് അലക്സും എനിക്ക് ഈ ഫാമിലി ലൈഫ് ഒന്നും സെറ്റ് ആവില്ല, എനിക്ക് അലാസ്ക പോണം, ലൈഫ് എന്താണെന്ന് എനിക്ക് മുഴുവനായും മനസ്സിലാക്കണം, ഒരിക്കൽ ഞാനത് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് അലക്സ് അവന്റെ സാധനങ്ങൾ എടുത്ത് അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മുത്തശ്ശൻ കാറിൽ അവിടേക്ക്
അവിടേക്ക് വന്നത്. എന്നിട്ട് ആ മുത്തശ്ശൻ അലക്സിനോട് ക്യാമ്പിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അതിനവനും ഞാനും അങ്ങോട്ടാണെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി ക്യാമ്പിനടുത്തേക്ക് വന്നു. അലക്സും നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മുത്തശ്ശനും നീ എന്താ മണ്ടനാണോ, ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞ് നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കുകയാണ്. നമ്മളുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ജീവിതമാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ബെസ്റ്റ് ലൈഫ്. ഇല്ലാത്ത ലൈഫ് അന്വേഷിച്ച് പോകുന്നത് ടൈം വേസ്റ്റ് ആണ്, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആ മുത്തശ്ശന് അലക്സിനെ വല്ലാതെ ഇഷ്ടമായി. അവനെ ആ മുത്തശ്ശന്റെ വീട്ടിലേക്കെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. ബെൽറ്റുകൾ ഉണ്ടാക്കുന്ന ജോലിയാണ് ആ മുത്തശ്ശൻ ചെയ്യുന്നത്. അലക്സും എങ്ങനെയാണ് ബെൽറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ആ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് പഠിച്ചു. എന്നിട്ടൊരു ബെൽറ്റ് ഉണ്ടാക്കി. അതിൽ അലക്സ് അവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കൊത്തിയെടുത്തു. അതിനുശേഷം അലക്സ് ആ മുത്തശ്ശന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ മുത്തശ്ശൻ തന്നെ അലക്സിനെ അലാസ്കയ്ക്ക് പോകാനായി കുറച്ചു ദൂരം കൊണ്ടുപോയി ചെന്നാക്കും. അലക്സ് ആ കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് മുത്തശ്ശൻ അവനോട്, അലക്സ് നീ എന്റെ കൂടെ എന്റെ കൊച്ചുമകനായി താമസിക്കോ, ഞാൻ കുറച്ചു വർഷം കൊണ്ട് മരിച്ചു പോവും. എന്റെ അവസാന കാലത്ത് നിന്നെപ്പോലെ ഒരു കൊച്ചുമകന്റെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് അലക്സും, ഇല്ല മുത്തശ്ശ, എനിക്ക് പറ്റില്ല, എനിക്ക് അലാസ്കയ്ക്ക് പോകണം, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഞാൻ വിചാരിച്ചത് നടന്നാൽ ഉറപ്പായും ഞാൻ മുത്തശ്ശന്റെ അടുത്തേക്ക് തിരിച്ചു വരും. എന്നിട്ടൊരു കൊച്ചുമകനായി മുത്തശ്ശന്റെ അവസാന കാലം വരെ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അലക്സ് അവന്റെ ബാഗുകളും എടുത്ത് അവിടുന്ന് മുന്നോട്ട് നടന്നു. അങ്ങനെ പോയാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ബൂട്ട്സ് കൊടുത്തയാളുടെ അടുത്തെത്തിയതും അയാൾ അലാസ്കയിൽ അലക്സിനെ കൊണ്ട് ഇറക്കിയതും അവസാനം നടന്ന് മാജിക് ബസിന്റെ അടുത്തെത്തിയതും. അങ്ങനെ അലാസ്കയിലെത്തി അവൻ അവിടെ ആ മാജിക് ബസ്സിൽ താമസം തുടങ്ങി. അവിടെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചു. ഒരുപാട് ദിവസം ഭക്ഷണവും കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വല്ലാതെ മെലിഞ്ഞു. പാന്റ് എല്ലാം ലൂസായി. ബെൽറ്റില് എക്സ്ട്രാ ഹോൾ ഇട്ടാണ് അവൻ പാന്റ് ടൈറ്റ് ആക്കിയിരുന്നത്. ശരീരം എങ്ങനെ തന്നെ ശോഷിച്ചിട്ടും അവന്റെ മനസ്സിന് ഒന്നും സംഭവിച്ചിരുന്നില്ല. അവൻ സന്തോഷത്തോടെ ആ ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വലിയൊരു മൃഗത്തിനെ വേട്ടയാടി നന്നായി ഭക്ഷിച്ചു. ബാക്കിയുള്ള മീറ്റ് എടുത്ത് ദിവസങ്ങളോളം അവൻ എടുത്തു വെച്ചു. കുറച്ചായി അത് ഭക്ഷിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മീറ്റില് പുഴു അരിച്ചിരുന്നു. മീറ്റ് വേസ്റ്റായി. അവസാനം അത് അവിടുത്തെ ചെന്നായ്ക്കളാണ് തിന്നത്. ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അവൻ ഡയറിയിൽ എഴുതി വെച്ചു. അവന്റെ കയ്യിൽ ഒരുപാട് ബുക്സും ഉണ്ട്. അത് ഓരോന്നായി അവൻ വായിച്ചു. അതിൽ ചെടികളെ കുറിച്ചുള്ള ബുക്കും ഉണ്ടായിരുന്നു. ആ ബുക്ക് നോക്കി കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് അവൻ വായിച്ചു മനസ്സിലാക്കി. അങ്ങനെ കണ്ടുപിടിച്ച ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ റൂട്ട്സ്. അലക്സ് അത് കഴിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ കണ്ണു തുറന്നപ്പോ അവൻ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഒരു കൈ അനക്കാൻ കഴിയുന്നില്ല, കാലും അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അലക്സിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ അവൻ ആ ബുക്ക് എടുത്ത് നോക്കി. അതിൽ പൊട്ടറ്റോ റൂട്ട്സ് മനുഷ്യർ കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നായിരുന്നു എഴുതിയിരുന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടി അതിൽ എഴുതിയിരുന്നു. അത് അലാസ്കയിലുള്ള പൊട്ടറ്റോ റൂട്ട്സ് ഒരിക്കലും കഴിക്കാൻ പാടില്ല. അത് പോയിസൺ ആണ്. അത് കഴിച്ചാൽ കണ്ണിന് മങ്ങലുണ്ടാവും, കയ്യും കാലും അനക്കാൻ കഴിയില്ല, പതിയെ അവർ മരിച്ചു പോവും എന്നൊക്കെ ആ ബുക്കിൽ എഴുതിയത് വായിച്ചതും അലക്സ് വല്ലാതെ ടെൻഷനായി. അവൻ കരയാൻ തുടങ്ങി. കാരണം ഇപ്പോഴാണ് അവന് ഇഷ്ടപ്പെട്ടൊരു ലൈഫ് ജീവിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിപ്പോ ഇങ്ങനെയോ ആയി. അലക്സ് കൈ വായിലിട്ട് വോമിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അതിന് സാധിച്ചില്ല. ആ പോയിസൺ അവന്റെ ശരീരത്തിൽ പടർന്നു കഴിഞ്ഞിരുന്നു. അവൻ വല്ലാതെ മെലിഞ്ഞു. കയ്യും കാലും അനക്കാൻ കഴിയുന്നില്ല. ജീവനോടുള്ള ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ടായിരുന്നു അവൻ ജീവിച്ചത്. ആ ഒരു അവസ്ഥയിലായിരുന്നു ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം അവൻ മനസ്സിലാക്കിയത്. അതവൻ അവന്റെ ഡയറിയിലും കുറിച്ചിട്ടു. നമ്മുടെ സന്തോഷങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതിലാണ് യഥാർത്ഥ സന്തോഷം എന്നവൻ എഴുതി. അത് എഴുതുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം അലക്സ് കടന്നു വന്ന വഴികളിൽ അവന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ അതും ഒരു നല്ല ലൈഫായിരുന്നു. എന്നാൽ അതെല്ലാം മിസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് വന്ന് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അലക്സിന് തോന്നി അവന്റെ പാരന്റ്സിനോടൊപ്പം നിന്നാൽ മതിയായിരുന്നു എന്ന്. അലക്സിന് ഇപ്പോൾ തീരെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ മരിക്കാൻ പോവാണെന്നും അവൻ അറിയാം. സോ അലക്സ് അവന്റെ പാരന്റ്സിന്റെ കൂടെ ഉണ്ടായിരുന്നത് പോലെ അവൻ ആലോചിച്ച് കിടന്നു. അങ്ങനെ തന്നെ മരിച്ചുപോയി. ഇങ്ങനെയാണ് ഇൻടു ദ വൈൽഡ് എന്ന ഈ സിനിമ അവസാനിക്കുന്നത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾ തനിച്ചൊരു സ്ഥലത്ത് ആരും കാണാത്തൊരു കാര്യം കണ്ടാൽ നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ കണ്ട കാര്യം വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അപ്പോഴാണ് ആ സന്തോഷം നിങ്ങൾക്ക് മുഴുവനായി അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുതന്നെയാണ് അലക്സും മരിക്കുന്നതിന് മുൻപ് എഴുതിയത്. ഈ ഒരു അഡ്വഞ്ചർ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.